വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മികച്ച ഫോട്ടോകൾ എടുക്കാമെന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത്. എന്നാൽ കാലങ്ങളൊക്കെ മാറി ഇന്ന് മൊബൈലുകൾ ഫോട്ടോകൾ എടുക്കുന്നതിനേക്കാൾ ആളുകൾ വീഡിയോകൾ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും കാലത്തിനൊത്ത് മാറ്റം വന്നൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മികച്ച വീഡിയോകൾ ഷൂട്ട് ചെയ്യാമെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ക്യാമറയിലെ സെറ്റിങ്ങുകളൊക്കെ മാറ്റുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്മാർട്ട് ഫോൺ, എപ്പോഴും കൈ കൊണ്ട് തൊടുന്ന ഒരു ഡിവൈസാണ് സ്മാർട്ട് ഫോൺ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ക്യാമറ ഭാഗം നമ്മൾ ഒരു നല്ല ക്ലോത്ത് കൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഷർട്ടെങ്കിലും ഉപയോഗിച്ച് ഇത്തരത്തിലൊന്ന് ആ ഒരു ക്യാമറ മൊഡ്യൂൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. കാരണം കയ്യിലൊക്കെ എണ്ണമയം കാണും ഇല്ലേ, പല കാര്യങ്ങളിൽ നമ്മൾ കൈകൊണ്ട് തൊടുന്നതാണ്, അതിനുശേഷം ഫോണിൽ തൊടുന്നതാണ്. അപ്പോൾ ആ ക്യാമറ മൊഡ്യൂൾ നമ്മളുടെ ഒരു വിരലടയാളം പതിഞ്ഞിരുന്നാൽ മതി നമ്മൾ എടുക്കുന്ന ഫോട്ടോയ്ക്കും വീഡിയോയുടെയും ക്വാളിറ്റി കുറയാൻ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഈ ക്യാമറ മൊഡ്യൂൾ ആദ്യം തന്നെ തുടച്ച് വൃത്തിയാക്കുക. പിന്നീട് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ആപ്പിൽ വന്നതിന് ശേഷം വീഡിയോ മോഡിലേക്ക് വന്ന് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറയിലെ സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഏത് റെസൊല്യൂഷനിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണുകളിൽ 8Kയിൽ വരെ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത്രയും മാക്സിമം റെസൊല്യൂഷനിലൊക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കണം. കാരണം ഇത് പിന്നീട് എഡിറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ. എഡിറ്റ് ചെയ്ത് റെൻഡറിങ്ങിനൊക്കെ 8K ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാക്ബുക്ക് പ്രോ ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും നമുക്ക് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ അത്രയും വലിയ റെസൊല്യൂഷനൊന്നും സാധാരണഗതിയിൽ വേണ്ട. 4K തന്നെ ധാരാളമാണ്. നല്ല ക്വാളിറ്റിയിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ 4K ധാരാളമാണ്. ഒരുവിധം മൊബൈലിലൊക്കെയാണ് ആ ഒരു വീഡിയോ കണ്ടൻറ്റ് നമ്മൾ കാണുന്നതെങ്കിൽ ഫുൾ HD തന്നെ ധാരാളം. അപ്പോൾ ഏത് റെസൊല്യൂഷൻ വേണമെന്ന് ആദ്യം തന്നെ തീരുമാനിക്കുക. ഒന്നുകിൽ 4K അല്ലെങ്കിൽ ഫുൾ HD. അത്തരത്തിൽ റെസൊല്യൂഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ക്യാമറയിൽ ഫ്രെയിംസ് പെർ സെക്കൻഡ് അഥവാ FPS സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 30 FPS ഉണ്ട്, 60 FPS ഉണ്ട്. അതായത് ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകൾ മറിഞ്ഞു പോകണം, ഇതാണ് FPS കൊണ്ട് തീരുമാനിക്കുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വിഷ്വലുകൾ പിന്നീട് എഡിറ്റിംഗ് സമയത്ത് സ്ലോ മോഷനിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്രെയിംസ് പെർ സെക്കൻഡ് ഇട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. അതായത് 60 FPS ഇട്ട് ഷൂട്ട് ചെയ്യാം. അതല്ല സ്ലോ മോഷനൊന്നും വേണ്ട, സാധാരണ രീതിയിലാണ് വീഡിയോകൾ കാണേണ്ടതെങ്കിൽ നമുക്ക് 30 FPS തന്നെ ധാരാളം. അപ്പോൾ ക്യാമറ ആപ്പ് എടുത്ത് ഇത്തരത്തിൽ ഫ്രെയിം പെർ സെക്കൻഡും തീരുമാനിക്കാം. ഞാനിപ്പോൾ 30 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് എടുക്കുന്നത്. റെസൊല്യൂഷൻ വന്നിട്ട് 4Kയിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നീട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ നമ്മളുടെ ഫോൺ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിന് നേരെ പിടിച്ചതിന് ശേഷം ഡിസ്പ്ലേയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിലേക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോക്കസ് പോയിൻ്റ് കാണിക്കുന്ന ഭാഗമുണ്ട്. അത്തരത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോങ് പ്രസ് ചെയ്ത് ആ ഒരു ഫോക്കസ് പോയിൻറ്റിനെ നമ്മൾ ലോക്ക് ചെയ്യണം. അങ്ങനെ ലോക്ക് ചെയ്താലുള്ള ഗുണം ഇനി ക്യാമറ മുന്നിലേക്കോ പിന്നിലേക്കോ മൂവ് ചെയ്താലും നമ്മളിപ്പോൾ ആ ഒരു പൂവിലാണ് ഫോക്കസ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, അത് കറക്റ്റ് ആ ഫോക്കസ് ആ പൂവിൽ തന്നെ നിൽക്കും. മാത്രമല്ല ഇത്തരത്തിൽ നമ്മൾ ഫോക്കസ് പോയിൻ്റ് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ എക്സ്പോഷർ അഥവാ ഈ ഒരു ലൈറ്റിൻ്റെ അളവ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. ഈ കാണുന്ന ഒരു ബാർ ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ട് വെട്ടം കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെട്ടം കുറയ്ക്കണമെങ്കിൽ ഇത് താഴേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്ത് തന്നെയായാലും ഫോക്കസ് പോയിൻ്റ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ കണ്ട രീതിയിലുള്ള ഫോക്കസ് പോയിൻ്റ് ലോക്കിങ്ങും ആ ഒരു എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ എത്ര പേർ ചെയ്യാറുണ്ട്? നമ്മുടെ കയ്യിൽ എല്ലാ മൊബൈലുണ്ട്, നമ്മൾ ആ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും ഈ പറഞ്ഞ പോലെ ഫോക്കസ് പോയിൻ്റ് നമുക്ക് സെറ്റ് ചെയ്യാനും എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ മികച്ച ഫോട്ടോകളും വീഡിയോകളും നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് പലരും ചെയ്ത് കാണാറില്ല. ഇത് മൊബൈൽ ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും ചെയ്തിരിക്കേണ്ട ഒരു പ്രധാന പോയിൻ്റാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ നടന്നുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. അത്തരത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ആ ഒരു നടത്തത്തിൻ്റെ ഷേക്ക് പലപ്പോഴും ഫൂട്ടേജിൽ വരാറുണ്ട്. ഒരിക്കലും നമ്മൾ കാണുന്ന ഒരു സിനിമയിലൊന്നും അത്തരത്തിലുള്ള ഷേക്കി ഫൂട്ടേജുകൾ വരാറില്ല. അതായത് സിനിമാറ്റിക് ഫൂട്ടേജുകളൊക്കെ എപ്പോഴും സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫൂട്ടേജുകളാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിലെ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് സ്റ്റെബിലൈസേഷൻ്റെ പല മോഡുകൾ തന്നെയുണ്ട്. ഇവിടെ സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ, അൾട്രാ സ്റ്റെബിലൈസേഷൻ, ഈവൻ ഹൊറിസോണ്ടൽ ലൈൻ സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ തുടങ്ങിയവ ഈ ഒരു ഭാഗത്തുണ്ട്. അതിൽ ഏത് മോഡ് വേണമെന്ന് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം അൾട്രാ സ്റ്റെബിലൈസേഷൻ കൊടുക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ഫോണിനകത്തുണ്ടാകുന്ന ആ ചലനങ്ങൾ വീഡിയോയെ ബാധിക്കില്ല. മികച്ച സ്റ്റെബിലൈസേഷൻ നൽകുന്നതിന് വേണ്ടി ഇന്നിറങ്ങുന്ന സ്മാർട്ട് ഫോണുകളിൽ ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകാറുണ്ട്. അതുമല്ലെങ്കിൽ സാധാരണ DSLR ക്യാമറയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ലഭിക്കുന്ന സ്മാർട്ട് ഫോണുകൾ പോലും ഇന്നുണ്ട്.
ഇനി ഇതൊന്നും പോരെങ്കിൽ നമുക്കിത്തരമുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ ജിംബൽ നമുക്കിത്തരത്തിൽ മികച്ച സ്റ്റെബിലൈസ്ഡ് ഫുട്ടേജുകൾ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഇതൊരു അഡീഷണൽ ആക്സസറിയാണ്. അപ്പോൾ ഇതില്ലെങ്കിലും സിനിമാറ്റിക് ആയിട്ടുള്ള സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് DJ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ഒരു ജിംബലാണ്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന തരത്തിലുള്ള സിനിമാറ്റിക് ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇന്ന് വരുന്ന ലേറ്റസ്റ്റ് മൊബൈൽ ഫോണുകളിൽ ഇത്തരത്തിൽ 3, 4, 5 ക്യാമറകൾ വരുന്ന ഫോണുകളുണ്ട്. ഇതിൽ നോർമൽ ലെൻസ് വരും, അൾട്രാ വൈഡ് വരും, അതുപോലെ മാക്രോ ലെൻസുകൾ, ബോക്കെ ലെൻസുകൾ, ഇങ്ങനെ പലതരം ലെൻസുകളാണ് ഇത്തരത്തിൽ വരുന്നത്. അപ്പോൾ ഓരോ സെനാറിയോയ്ക്ക് അനുസരിച്ചും അതാത് ലെൻസുകൾ ഉപയോഗിച്ചാൽ മികച്ച ഫുട്ടേജുകൾ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സീനറിയാണ് നമ്മൾ പകർത്തുന്നതെങ്കിൽ നമ്മളുടെ ഫോണിലെ അൾട്രാ വൈഡ് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കാണുന്നത് ആ ഒരു വൈഡ് വ്യൂ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറകൾ നമുക്ക് സാധിക്കും. എന്നാൽ ഒരു വ്യക്തിയാണ് നമ്മൾ പകർത്തുന്നതെങ്കിൽ അൾട്രാ വൈഡിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അൾട്രാ വൈഡിൽ എപ്പോഴും സൈഡ് ഡിസ്റ്റോർട്ടഡ് ആണ്. അപ്പോൾ മുഖമൊക്കെ തള്ളി നിൽക്കുന്ന പോലെ തോന്നും. അതിന് നോർമൽ ലെൻസുകൾ ഉപയോഗിക്കാം. ഒരു പൂവിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളുടെയോ ഒക്കെ വളരെ ക്ലോസപ്പ് ഷോട്ടുകൾക്ക് നമുക്ക് മാക്രോ ഷോട്ടുകളും എടുക്കാൻ സാധിക്കും. ഇന്ന് വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും മികച്ച ഫോട്ടോകൾ എടുക്കാൻ വേണ്ടി പ്രോ മോഡ് കൊടുക്കാറുണ്ട്. എന്നാൽ ചില ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ മികച്ച വീഡിയോകൾ എടുക്കാൻ പോലും വീഡിയോയ്ക്ക് വേണ്ടി പ്രോ മോഡ് നൽകാറുണ്ട്. ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോ മോഡ് പോലും പലരും ഉപയോഗിച്ച് കാണാറില്ല നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ. ഈ ഒരു പ്രോ മോഡിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ DSLR ക്യാമറയിലൊക്കെ ചെയ്യുന്നത് പോലെ ഫുൾ കൺട്രോൾ നമുക്കുണ്ട് പ്രോ മോഡിൽ. അതേസമയം അല്ലാതെയുള്ള നോർമൽ മോഡിലാണെങ്കിൽ എല്ലാം ഓട്ടോയാണ്. ഇവിടെ പ്രോ മോഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ എക്സ്പോഷർ, ISO, അതിൻ്റെ കളർ സെറ്റിങ്ങുകൾ, അതുപോലെ അതിൻ്റെ ഫോക്കസ്, ഇതെല്ലാം നമുക്ക് തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് പ്രോ മോഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രോ മോഡിൽ എടുത്താൽ കുറച്ചുകൂടി ബെറ്റർ കൺട്രോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ഫുട്ടേജുകൾ നമുക്ക് ഒരു ആധിപത്യം പുലർത്താൻ സാധിക്കും. ഞാനിപ്പോൾ പ്രോ മോഡാണ് എടുത്തിരിക്കുന്നത്. ഈ പ്രോ മോഡിലേക്ക് വരുമ്പോൾ ഏത് ലെൻസ് ഉപയോഗിക്കണമെന്ന് നമുക്കിവിടെ തീരുമാനിക്കാം. അതുപോലെ അതിൻ്റെ ISO, ഷട്ടർ സ്പീഡ്, വൈറ്റ് ബാലൻസ്, ഓട്ടോ ഫോക്കസ് പോലും നമുക്ക് ഇത്തരത്തിൽ മാനുവലി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രോ മോഡിൽ സാധിക്കും. നമ്മുടെയൊക്കെ ഫോണിലെ ക്യാമറ ആപ്പിൽ മോർ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ടൈം ലാപ്സ്. പലരും ഈ ഒരു ടൈം ലാപ്സ് അധികം ഉപയോഗിച്ച് കാണാറില്ല. സ്ലോ മോഷൻ്റെ ഓപ്പോസിറ്റാണ് ടൈം ലാപ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് വളരെ വേഗത്തിൽ നമ്മൾ എടുക്കുന്ന വിഷ്വലുകൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതിന് ഇത്തരത്തിൽ ടൈം ലാപ്സ് ഉപയോഗിക്കാം. അത്തരത്തിൽ ടൈം ലാപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന വിഷ്വലുകളും ചേർത്തുകൊണ്ട് മികച്ച വീഡിയോ ഫുട്ടേജുകൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാനാകും. ടൈം ലാപ്സ് പോലെ തന്നെ സിനിമാറ്റിക് വീഡിയോകൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് സ്ലോ മോഷൻ. മികച്ച സ്ലോ മോഷൻ ഫുട്ടേജുകൾ ഇത്തരത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോയ്ക്ക് മികച്ച ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മികച്ച വീഡിയോ ഫുട്ടേജുകൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റിംഗിലേക്ക് എത്തുകയാണ്. മൊബൈലിലുള്ള പല എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ എഡിറ്റ് ചെയ്യാം. ഈ പിന്നീടുള്ള സ്കില്ല് കംപ്ലീറ്റ് എഡിറ്റിങ്ങിലാണ്. നമ്മളെടുത്ത ആ പല ഫുട്ടേജുകളെ മികച്ച ഒരു സിനിമാറ്റിക് വീഡിയോ ആക്കി മാറ്റാൻ മികച്ച ഒരു എഡിറ്റർക്ക് സാധിക്കും. അത്തരത്തിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത ഫുട്ടേജുകൾക്ക് കളർ കറക്ഷൻ ചെയ്യാൻ സാധിക്കും. മികച്ച രീതിയിൽ കളർ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകാം. അതുപോലെ സിനിമാറ്റിക് ബാറുകൾ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മുകളിലും താഴെയുമായിട്ട് കറുത്ത ബാറുകൾ നൽകി കഴിഞ്ഞാൽ ഒരു സിനിമാറ്റിക് എഫക്റ്റ് നമുക്ക് ആ അത്തരം വീഡിയോകളിൽ നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മൾ എടുത്ത വിഷ്വലുകളെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനം വരുന്ന മറ്റൊരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ. നമ്മൾ കൃത്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ സന്ദർഭത്തിനനുസരിച്ച് എടുത്ത് എഡിറ്റ് ചെയ്ത് ആ മ്യൂസിക്കിനകത്തുള്ള ബീറ്റിനനുസരിച്ചൊക്കെ വിഷ്വലുകൾ വെച്ച് മികച്ച സിനിമാറ്റിക് വീഡിയോകൾ നമ്മളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചിത്രീകരിക്കാനാകും. മികച്ച വീഡിയോകൾ ഷൂട്ട് ചെയ്ത് ഒരു സിനിമാറ്റിക് രീതിയിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വരുന്ന ഒരു കാര്യമാണ് ട്രാൻസിഷനുകൾ. ഇത്തരം ട്രാൻസിഷനുകൾ എഡിറ്റിങ്ങിൽ നമുക്ക് ചേർക്കാമെങ്കിലും നമ്മൾ വീഡിയോ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അത്തരം ട്രാൻസിഷനുകൾ നൽകിയാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ വീഡിയോ ഇതുപോലെ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ എൻഡ് സമയത്ത് ഫോൺ ഇതുപോലെ ഇടത്ത് നിന്ന് വലത്തേക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് വീഡിയോയിൽ തന്നെ നൽകാം. അത്തരത്തിൽ നമ്മൾ ഒരു ഫൂട്ടേജിൻ്റെ എൻഡിൽ ഇത്തരത്തിലൊരു മൂവിങ് ട്രാൻസിഷൻ എഫക്റ്റ് ക്യാമറയിൽ തന്നെ ഫോൺ ഉപയോഗിച്ച് നൽകിയെങ്കിൽ അടുത്ത ഫൂട്ടേജ് തുടങ്ങുന്നതും അതുപോലെ ഇടത്തുനിന്ന് വലത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അടുത്ത ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ക്യാമറ കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ ഫാസ്റ്റ് മൂവ് ചെയ്ത് ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഒരു ഓട്ടോ ട്രാൻസിഷൻ എഫക്റ്റ്, ഒരു ട്രാൻസിഷൻ എഫക്റ്റ് അവിടെ നമുക്ക് ക്യാമറയിലൂടെ തന്നെ നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റിലേക്ക് നമുക്ക് സൂം ചെയ്തുകൊണ്ട് ക്യാമറ എത്തിക്കുന്ന തരത്തിലുള്ള ഷോട്ടുകൾ നമുക്ക് എടുക്കാം. അതുപോലെ ഒബ്ജക്റ്റിൽ നിന്ന് എവേ ഷോട്ടുകളും നമുക്ക് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്ത് നമുക്ക് മികച്ച എഫക്റ്റുകൾ ക്യാമറയിലൂടെ
നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നൽകാവുന്ന മറ്റൊരു എഫക്റ്റാണ് ഈ രീതിയിൽ. ഇപ്പോൾ ഇവിടെ ഒരു വലിയ മരം നിൽക്കുന്നെങ്കിൽ ഇത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ വിഷ്വലിനെ ഈ ഒരു മരത്തിലേക്ക് കയറ്റി ആ ഒരു മരത്തിൻ്റെ മറവിലേക്ക് ആ വിഷ്വൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒളിപ്പിക്കുന്നു. പിന്നീട് ആ മരത്തിൽ നിന്ന് തുടങ്ങുന്ന ഷൂട്ടെന്ന് പറയുന്നത് അത് വേറെ ഏതെങ്കിലും മരത്തിൽ നിന്ന് തുടങ്ങുന്ന രീതിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് നമുക്ക് അത് തമ്മിൽ മിക്സ് ചെയ്താൽ ആ ഒരു സീൻ ചേഞ്ച് നല്ല രീതിയിൽ നമുക്ക് വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ചിത്രീകരിച്ച ഒരു വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. The time, 'cause I wanna freeze this moment, make it mine, hold you close, now my heart's wide open, when I'm with you suddenly I feel no pain, do you make it go away? അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച ഇത്രയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മികച്ച വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടോ ഇല്ലയോ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്.